എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ വോളിയം 2-ൽ വരുന്ന അധ്യായം 8 എന്ന് പറയുന്ന പാഠമാണ്. അത് നമ്മുടെ ചിത്രങ്ങൾക്ക് ജീവൻ പകരാം എന്ന് പറയുന്നൊരു പാഠമാണ്. ആനിമേഷൻ സാങ്കേതിക വിദ്യയാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആനിമേഷൻ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള അതിൻ്റെ പല വിധത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ താഴ്ന്ന ക്ലാസ്സുകളിൽ 8-ലും 9-ലുമൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. നാം പരിചയപ്പെട്ടിട്ടുള്ളതെല്ലാം 2D ആനിമേഷൻ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. ഇവിടെയും നാം പരിചയപ്പെടാൻ പോകുന്നത് അത്തരത്തിലുള്ള കുറച്ചുകൂടി ഉയർന്ന തരത്തിലുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് ലഭ്യമാകുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ അനിമേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്. ഏറ്റവും ആദ്യം പറയുന്നത് അനിമേഷൻ എന്ന് പറയുന്നത് 2D അനിമേഷൻ പ്രത്യേകിച്ച് പ്രവർത്തിക്കുന്നത് പല വിധത്തിലുള്ള ചിത്രങ്ങളെ വളരെ വേഗത്തിൽ നമ്മുടെ കണ്ണിൻ്റെ മുന്നിലൂടെ കടത്തിവിട്ടുകൊണ്ട് ഒരു ചലനം അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് തോന്നിപ്പിച്ചുകൊണ്ടാണ്. ഇത് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ്. വീക്ഷണ സ്ഥിരത എന്നുള്ളതാണ്, അഥവാ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന കണ്ണിൻ്റെ ഒരു പ്രത്യേകതയാണ് യഥാർത്ഥത്തിൽ നാം ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്. നമ്മുടെ കണ്ണിൽ പതിക്കുന്ന ഏതൊരു ദൃശ്യവും 1 സെക്കൻഡിൻ്റെ 16-1 സമയത്തേക്ക് നമ്മുടെ കണ്ണിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രതിഭാസം. അപ്പോൾ ഈ 16-1 സെക്കൻഡിനുള്ളിൽ തന്നെ മറ്റൊരു ചിത്രം നമ്മുടെ കണ്ണിലേക്ക് പതിക്കുകയാണെങ്കിൽ അത് ആദ്യത്തിൻ്റെ മുകളിലായിട്ട് വരികയും ഒരു ഓവർലാപ്പിംഗ് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ഒരു ചലനത്തിൻ്റെ വിവിധ ചിത്രങ്ങൾ വളരെ വേഗത്തിൽ നമ്മുടെ കണ്ണിലേക്ക് പതിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു വസ്തുവോ വ്യക്തിയോ ചലിക്കുന്നതായിട്ട് തോന്നുന്നത്. ഇത് തന്നെയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന അനിമേഷനും ഉപയോഗിക്കുന്നത്. നമ്മൾ പല വിധത്തിലുള്ള കാർട്ടൂൺ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരം ചിത്രങ്ങളുടെയൊക്കെ ബേസിക് എന്ന് പറയുന്നത് ഇതേ സാങ്കേതികത തന്നെയാണ്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഓപ്പൺ ടൂൺസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ മറ്റ് സവിശേഷതകളിലേക്ക് കടക്കാം. ഓപ്പൺ ടൂൺസിൻ്റെ ഏറ്റവും പുതിയ ഒരു വേർഷനിലേക്കാണ് ഇത് ഓപ്പണായിട്ട് വരുന്നത്. ഉബുണ്ടുവിൻ്റെ 22.04 എന്ന് പറയുന്ന വേർഷനിലാണ് ഈ പുതിയ ഓപ്പൺ ടൂൺസ് അടങ്ങിയിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക്, പുതിയ ICT ടെക്സ്റ്റ് ബുക്ക് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളുടെ ഓരോ ആനിമേഷൻ ഫയലുകളും, അതല്ലെങ്കിൽ നമ്മൾ TV-യിലായാലും സിനിമയിലായാലും ഒക്കെ കാണുന്ന ആനിമേഷൻ്റെ ഓരോ വീഡിയോയും ഒരു കഥ നമ്മളോട് പറയുന്നതായിരിക്കും. ഒരു തുടക്കവും ഒരു ഒടുക്കവുമുള്ള, അതിനിടയിലൂടെ വളർന്ന് വികസിച്ച് വരുന്ന ഏതാനും രസകരമായിട്ടുള്ളതോ ചിന്തിപ്പിക്കുന്നതോ ആയിട്ടുള്ള കഥയായിരിക്കും അതിലുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിനിമ തയ്യാറാക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു സീരിയൽ തയ്യാറാക്കുന്നത് പോലെ തന്നെ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടെ, പ്ലാനിങ്ങോടെ മാത്രമാണ് നമുക്ക് ആനിമേഷൻസും തയ്യാറാക്കാൻ പറ്റുള്ളൂ. അതായത് അതിൽ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് കൃത്യമായൊരു ബോധ്യമുണ്ടായിരിക്കണം. കഥ എന്താണ് എന്ന് ബോധ്യമുണ്ടായിരിക്കണം. ആ കഥയെ വിവിധ സീനുകളായിട്ട് തിരിച്ചുകൊണ്ട് ഓരോ സീനിലും ഉൾപ്പെടുത്തേണ്ട ചിത്രങ്ങളും ശബ്ദങ്ങളും ചലനങ്ങളും എന്തൊക്കെയാണ് എന്ന് നാം മുൻകൂട്ടി തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. ഇതിന് നമ്മൾ വളരെ സിമ്പിളായിട്ട്, ലഘുവായിട്ട് പറയുന്നത് സ്റ്റോറി ബോർഡ് എന്നാണ്. അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നതും അത്തരത്തിൽ ഒരു സ്റ്റോറി ബോർഡ് ആദ്യം തയ്യാറാക്കി വെച്ചതിന് ശേഷമായിരിക്കണം ഓപ്പൺ ടൂൺസിലേക്ക് കടക്കേണ്ടത്. അതല്ലെങ്കിൽ നമുക്ക് വളരെയധികം സമയനഷ്ടമുണ്ടാകും.
അതോടൊപ്പം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ആനിമേഷൻ തയ്യാറാക്കാൻ പറ്റാത്ത ഒരവസ്ഥയും നമുക്കുണ്ടാകും. നമ്മളിനി ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുള്ള ഈ ഓപ്പൺ ടൂൺസിൻ്റെ പ്രത്യേകതകളിലേക്ക് കടക്കാം. ഓപ്പൺ ടൂൺസ് എന്ന് പറയുന്നത് ഇറ്റലിയിലെ ഡിജിറ്റൽ വീഡിയോ SPA തയ്യാറാക്കിയിട്ടുള്ള ടൂൺസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയിട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്, ആനിമേഷൻ സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ ടൂൺസ്. ഇവിടെ നമുക്ക് ചിത്രങ്ങൾ വരച്ചു ചേർക്കാം, നിലവിലുള്ള ചിത്രങ്ങൾക്ക് അനിമേഷൻ നൽകാം, അതിലേക്ക് ശബ്ദങ്ങൾ ഉൾപ്പെടുത്താം, അവസാനം ഇവയെല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഫോർമാറ്റിലേക്ക് മാറ്റുകയും ചെയ്യാം. നാം വിചാരിക്കുന്ന പോലെ വളരെ ചെറിയ രീതിയിലുള്ള അനിമേഷൻസ് മാത്രമല്ല ഓപ്പൺ ടൂൺസ് വെച്ച് തയ്യാറാക്കുന്നത്. 2021 പുറത്തിറങ്ങിയിട്ടുള്ള ബെല്ലെ എന്ന് പറയുന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ജാപ്പനീസ് അനിമേഷൻ സിനിമ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് ഓപ്പൺ ടൂൺസ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെയാണ്. വളരെയധികം അവാർഡുകളും അതുപോലെ പ്രത്യേക പരാമർശങ്ങളുമൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഈ ബെല്ലെ എന്ന് പറയുന്നത്. ഓപ്പൺ ടൂൺസ് പോലെ തന്നെ മറ്റ് ചില സോഫ്റ്റ്വെയറുകൾ കൂടി നിങ്ങൾ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതിൽ ചിലതാണ് 2P ഡെസ്ക്, അതേപോലെ സിൻഫിക് സ്റ്റുഡിയോ തുടങ്ങിയവ. ഒരു ക്ലാസ് റൂമിൽ തയ്യാറാക്കപ്പെടുന്ന വളരെ സിമ്പിളായിട്ടുള്ള 2D അനിമേഷൻസ് മാത്രമല്ല ഇതിൽ തയ്യാറാക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് 2D എന്ന് ഉപയോഗിക്കുന്നതിൻ്റെ അർത്ഥം 2D മാത്രമല്ല, അനിമേഷനെ 2D എന്നും 3D എന്നും അഥവാ ദ്വിമാനമെന്നും ത്രിമാനമെന്നും രണ്ടായിട്ട് തരംതിരിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ത്രിമാന രൂപത്തിലുള്ള ആനിമേഷൻസ് തയ്യാറാക്കുന്നത് മറ്റ് ചില സോഫ്റ്റ്വെയറുകളുടെ കൂടെ സഹായത്തോടു കൂടിയാണ്. പല ഗെയിമുകളിലും ഇന്ന് 3D അനിമേഷൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പല സിനിമകളും പൂർണ്ണമായും ഇത്തരത്തിൽ 3D അനിമേഷൻ മാത്രം ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ചലച്ചിത്രമായിട്ടുള്ള വാൾ എന്ന് പറയുന്ന സിനിമ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള 3D അനിമേഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് ഇതിലേക്ക് കടന്നു വരാം. ഇവിടെ നമുക്ക് വളരെ ചെറിയ ഒരു അനിമേഷനാണ് തയ്യാറാക്കേണ്ടത്. പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ലൂണ എന്ന് പറയുന്ന ഒരു ആനിമേഷൻ സിനിമയാണ് നമുക്കിവിടെ തയ്യാറാക്കേണ്ടത്. അതിൻ്റെ ആശയം എന്ന് പറയുന്നത് ഇതാണ്. വെള്ളം കിട്ടാതെ വാടാറായ ഒരു ചെടി, കുറച്ച് ദൂരത്തായി ചെറിയൊരു വെള്ളക്കെട്ട്, ആകാശത്ത് ചെറുമേഘങ്ങൾ. വെള്ളക്കെട്ടിനടുത്തേക്ക് ഒരു നായ്ക്കുട്ടി അഥവാ ലൂണ കടന്നു വരുന്നു. നായ്ക്കുട്ടി തൻ്റെ മുൻകാലുകൾ കൊണ്ട് മണ്ണിൽ ചാലുണ്ടാക്കി ചെടിയുടെ അടുത്തേക്ക് വെള്ളം എത്തിക്കുന്നു. ഇതാണ് നമ്മുടെ ആനിമേഷൻ സിനിമയുടെ ആശയം എന്ന് പറയുന്നത്. ഇത് വെച്ചുള്ള സീനുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഇവിടെ 3 സീനുകളായിട്ടാണ് നമ്മളിത് ഈ അനിമേഷൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ സീനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആ സീനുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് ഒന്ന് വാടാറായിട്ടുള്ളൊരു ചെടി നമുക്ക് ആവശ്യമാണ്, ഒരു ചെറിയ വെള്ളക്കെട്ട് ആവശ്യമാണ്, അതേപോലെ ആകാശത്ത് മേഘങ്ങൾ നീങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു ആകാശവും അവിടെ നീങ്ങിക്കളിക്കുന്ന മേഘങ്ങളും അവിടെ ഉണ്ടായിരിക്കണം. ഒപ്പം ഇതിൻ്റെ പശ്ചാത്തലമായിട്ട് ഒരു ചെറിയ രീതിയിലുള്ള പശ്ചാത്തല സംഗീതം ഉൾപ്പെടുത്തണം. ഈ മുഴുവൻ സീനിൻ്റെയും കൂടെ ദൈർഘ്യം എന്ന് പറയുന്നത് 5 സെക്കൻഡ് മാത്രമാവുകയും വേണം. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ആ ഒരു സീനാണ്. അപ്പോൾ നമുക്കിവിടെ ഓപ്പൺ ടൂൺസിലേക്ക് കടക്കാം. ഓപ്പൺ ടൂൺസ് ഓപ്പൺ ആക്കി വരുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ്. ഇവിടെ മുൻപ് ഓപ്പൺ ടൂൺസ് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ആദ്യമായിട്ട് വരാൻ പോകുന്നത് സാൻഡ് ബോക്സ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കും. അത് അതിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റായിട്ട് വന്ന് കിടക്കുന്നതായിരിക്കും. നമ്മൾ ഇവിടെ തയ്യാറാക്കേണ്ടത് ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു പുതിയ പ്രൊജക്റ്റിൻ്റെ പേര് അവിടെ നൽകുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളുടെ അനിമേഷൻ സിനിമയുടെ പേര് തന്നെ നമുക്ക് വേണമെങ്കിൽ നൽകാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരുകൾ നമുക്ക് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക, ന്യൂ പ്രൊജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാണ്. ന്യൂ പ്രൊജക്റ്റിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ മറ്റൊരു ഡയലോഗ് ബോക്സ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേരാണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ലൂണ ദി ഡോഗ് എന്ന് ഞാൻ ജസ്റ്റ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ലൂണ എന്ന് മാത്രം കൊടുത്താലും മതിയാകും. അല്ല നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പേര് കൊടുക്കണമെങ്കിൽ ആ രീതിയിൽ കൊടുക്കാം. നമുക്കൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു പേര് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റ് വാല്യൂസിലൊന്നും ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല എന്നുള്ളതും ശ്രദ്ധിക്കുക. ഇവിടെ ഓക്കെ കൊടുക്കുക. തുടർന്ന് വരുന്ന ആ ഒരു ഡയലോഗ് ബോക്സിലേക്ക് വന്ന് നമ്മൾ ഇനി ക്ലിക്ക് ചെയ്യേണ്ടത് പുതിയ ഒരു സീൻ ആരംഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നേരത്തെ സാൻഡ് ബോക്സ് എന്നായിരുന്നത് മാറിയിട്ട് ലൂണ ദി ഡോഗ് എന്നായി മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ന്യൂ സീൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാണ്. നമുക്ക് ഒന്നെങ്കിൽ ഈ ന്യൂ സീൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ക്രിയേറ്റ് എ ന്യൂ സീൻ എന്ന് പറഞ്ഞിട്ടുള്ള ടാബിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് മാറാം. ഇവിടെ ക്ലിക്ക് ചെയ്താലും അത് അടുത്തതായിട്ട് ഓപ്പൺ ആവാൻ പോകുന്നത് ഈ ഒരു ടാബ് തന്നെ ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പറഞ്ഞത്. അപ്പോൾ ന്യൂ സീനിലൊന്ന് ക്ലിക്ക് ചെയ്യാണ്. ന്യൂ സീൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പുതിയ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഡയലോഗ് ബോക്സ് ഓപ്പണായി വരുന്നത് കാണാൻ കഴിയും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെ സീൻ നെയിം എന്നുള്ളത് നൽകുകയാണ്. അപ്പോൾ ഞാൻ സീൻ നെയിം എന്നുള്ളതിൽ സീൻ എന്ന് തന്നെ അടിക്കുകയാണ്. സീൻ ഒരു അണ്ടർസ്കോർ നൽകിക്കൊണ്ട് 1 എന്ന് കൊടുക്കുകയാണ്. സീൻ 1 എന്നുള്ളതിനത് അങ്ങനെ തന്നെ കൊടുക്കണമെന്നില്ല. സ്പേസ് ഇട്ടിട്ട് സീൻ 1 എന്ന് കൊടുക്കാം, സ്പേസ് ഇല്ലാതെ കൊടുക്കാം. അതേത് രീതിയിലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പാകത്തിന് ഒന്നാമത്തെ സീനാണ് എന്നുള്ളതിന് മാത്രമായിട്ടാണ് ഈ രീതിയിൽ നൽകുന്നത്. ഇനി താഴെയുള്ളത് ഇത് എവിടെ സേവ് ആകണം എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ മാറ്റി കൊടുക്കാം. അത് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണോ മാറ്റി കൊടുക്കേണ്ടത് അവിടേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ തൽക്കാലം അത് മാറ്റുന്നില്ല. കാരണം അങ്ങനെ മാറ്റുന്ന സമയത്ത് നമ്മൾ പിന്നീട് നമ്മുടെ മുഴുവൻ ഫയൽസും അതിലേക്ക് തന്നെ, ഇതിൻ്റെ ഡയറക്ടറി ഉൾപ്പെടെ മൊത്തം ഫയൽസും അതിലേക്ക് മാറ്റപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ചില എററുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ടായിരിക്കും. അപ്പം നമുക്ക് സേവിൻ എന്നുള്ളത് ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല. ഇനി ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഈ ആനിമേഷൻ വീഡിയോ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളത് ചിന്തിക്കുക. ഏത് പ്ലാറ്റ്ഫോമിലാണ്, ഏത് ക്വാളിറ്റിയിലാണ് നമ്മൾ വീഡിയോ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ലാപ്ടോപ്പിന് വേണ്ടിയിട്ടാണോ, അതല്ലെങ്കിൽ ഒരു TV ലാപ്ടോപ്പ് സ്ക്രീനുകൾക്ക് പൊതുവിലായിട്ടാണോ, അല്ല മൊബൈൽ സ്ക്രീനിന് വേണ്ടിയിട്ടുള്ളതാണോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം ക്യാമറ സൈസിലേക്ക് കടക്കേണ്ടത്. ഇവിടെ 2 കാര്യങ്ങളാണ് ചിന്തിക്കപ്പെടുന്നത്. ഒന്ന്, വീഡിയോയുടെ വിഡ്ത്തും ഹൈറ്റും നിശ്ചയിക്കപ്പെടുന്നു, ഒപ്പം അതിൻ്റെ ക്വാളിറ്റിയും നിശ്ചയിക്കപ്പെടുന്നു. അപ്പോൾ ക്യാമറ സൈസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കാം 4K മുതൽ താഴോട്ട് പല രീതിയിലുള്ള ഓപ്ഷൻസ് അവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഞാനിവിടെ തൽക്കാലം HD വിഭാഗത്തിൽ വരുന്ന 720 എന്ന് പറയുന്ന ഡയമെൻഷനാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. HD 720ൽ 1280x720 എന്ന് പറയുന്ന 16:9 എന്ന ഒരു റേഷ്യോയിൽ വരുന്ന ഒരു ക്യാമറ സൈസാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് സെലക്ട് ചെയ്യുന്നതിന് മുമ്പത്തെ വാല്യൂ ഒന്ന് ശ്രദ്ധിക്കുക. ആ വാല്യൂ മാറുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും. അത് മാറിയിട്ട് വരുന്നുണ്ടാവും. ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഇതിൻ്റെ യൂണിറ്റ് ചില സമയങ്ങളിൽ ഇഞ്ചോ സെൻറ്റിമീറ്ററോ ഒക്കെ ആയിട്ട് മാറിക്കിടക്കുന്നുണ്ടാവും. നമ്മൾ യൂണിറ്റ് കണക്കാക്കുന്നത് പിക്സലിലാണ്. അപ്പോൾ ഞാൻ പിക്സൽ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇനി താഴെ ഫ്രെയിം റേറ്റ് എന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അനിമേഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രെയിം റേറ്റ് എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിമുകൾ അഥവാ എത്ര ചിത്രങ്ങൾ മാറി മാറി വരണം എന്ന് നിശ്ചയിക്കപ്പെടുന്നത് ഈ ഒരു റേറ്റ് വെച്ചാണ്. നമുക്കിപ്പോൾ 12 എന്നുള്ള ഒരു അളവ് മതിയായിരിക്കും. അതായത് ഒരു സെക്കൻഡിൽ 12 ഫ്രെയിമുകളാണ് അവിടെ
പ്ലേ ആവുന്നത് എന്ന് ചിന്തിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റൊരു കൺസെപ്റ്റും കൂടെ ഞാനിവിടെ പറയാം. ഫ്രെയിം റേറ്റ്. നമുക്കിപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അനിമേഷനിൽ ഫാസ്റ്റ് ഫോർവേഡിങ് പോലെ സ്പീഡ് വളരെ കൂട്ടിയെടുക്കുന്നതും അതേപോലെ ഒരു സ്ലോ മോഷൻ എഫക്റ്റ് നൽകുന്നു, അങ്ങനെയൊക്കെ ഉള്ളതും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഫ്രെയിം റേറ്റ് കൂട്ടുന്തോറും 1 സെക്കൻഡിൽ പ്ലേ ചെയ്യുന്ന ഫ്രെയിമുകളുടെ എണ്ണം കൂടുന്നു. എന്നാൽ ആ ചിത്രത്തിൻ്റെ ചലനം സ്ലോ മോഷൻ എഫക്റ്റിലേക്ക് നമുക്ക് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. നേരെ തിരിച്ച് ഫ്രെയിം റേറ്റ് കുറയുമ്പോൾ അവിടെ ഫാസ്റ്റ് മൂവിങ് ഒബ്ജക്റ്റിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടാനുള്ളൊരു സാധ്യതയുമുണ്ട്. അപ്പോൾ ഫ്രെയിം റേറ്റിൻ്റെ കൺസെപ്റ്റും നമ്മുടെ മൂവ്മെൻറ്റിൻ്റെ രീതിയും തമ്മിൽ വിപരീതമായാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന് നമുക്കിവിടെ നിന്ന് വ്യക്തമാകുന്നു. ഇത്രയും നമ്മൾ കൃത്യമായി കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് സീൻ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് സീൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലൊരു ഇൻ്റർഫേസ് നമുക്കിവിടെ ലഭ്യമായിട്ട് വരുന്നുണ്ട്. ഇതിൽ ഓരോന്നും എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ഇവിടെ പരിചയപ്പെടാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഫയൽ, എഡിറ്റ് തുടങ്ങിയിട്ടുള്ള മെനുകൾ ഉൾപ്പെടുന്ന മെനു ബാറാണ് ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്നത്. ഇനി ഇടതുവശത്തായിട്ട് ഇതിൻ്റെ അനിമേഷൻ, അതേപോലെ ഡ്രോയിങ്, മറ്റു രീതിയിലുള്ള ടൂൾസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ടൂൾ ബാർ ഇടതുവശത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി പലതരത്തിലുള്ള റൂമുകളാണ് വലതുവശത്ത് മുകളിലായിട്ട് നൽകപ്പെട്ടിട്ടുള്ളത്. ഡ്രോയിങ്, ക്ലീനപ്പ്, പാലറ്റ്, ഇങ്ക് പെയിൻറ്, ആനിമേഷൻ, സ്കിമാറ്റിക്, എക്സ്ഷീറ്റ്, ടാസ്ക്, ബ്രൗസർ എന്നിങ്ങനെ വിവിധ റൂമുകളായിട്ട് ഇതിനെ തരംതിരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് എക്സ്ഷീറ്റ്, ആനിമേഷൻ ആൻഡ് ഡ്രോയിങ് റൂമുകളാണ്. ഡ്രോയിങ് റൂം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വരച്ച് ചേർക്കുന്ന ചിത്രങ്ങൾക്ക് അങ്ങനെ വരയ്ക്കാനും അതേപോലെ നിറങ്ങൾ നൽകാനും ഒക്കെയുള്ള ഒരു റൂമായിട്ടാണ് ഡ്രോയിങ് റൂമിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ എഗ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ പല വിധത്തിലുള്ള കോളങ്ങളായിട്ടും അതിൽ ഓരോ സെല്ലുകളായിട്ടുമാണ് നമ്മുടെ ഫ്രെയിമുകൾ അവിടെ തയ്യാറാക്കപ്പെടുന്നത്. അവയെ പ്രത്യേകം വലുതാക്കിയെടുത്ത് പ്രാധാന്യത്തോടെ കാണിക്കുന്നതിനാണ് എഗ് ഷീറ്റ് എന്ന് പറയുന്ന റൂം ഉപയോഗിക്കുന്നത്. അനിമേഷൻ റൂം പേര് പോലെ തന്നെ അനിമേഷൻ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമ്മൾക്ക് ഏറ്റവും അധികം അറിയാനുള്ള ഒരു സംഗതി ക്യാമറയുടെ പ്രിവ്യൂ അഥവാ വ്യൂവറാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യുമ്പോൾ കാണാൻ കഴിയും ക്യാമറയുടെ ഒരു ആകൃതിയും അതിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നതും അവിടെ ഒരു വൈറ്റ് ഫേസ് കാണപ്പെടുന്നുണ്ട്. ഈ ഒരു ബോർഡറിന് പുറത്തേക്ക് നമ്മൾ എന്തൊക്കെ കൊണ്ടുവന്ന് വെച്ചാലും അവ എന്തിലുണ്ടായിരിക്കില്ല, ആനിമേഷനിലുണ്ടാവില്ല. അതായത് നമ്മുടെ കാഴ്ചയുടെ പരിധിയെയാണ് ഈ ഒരു ബോർഡർ കാണിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൽ നമുക്ക് പലപ്പോഴും കുട്ടികൾ ഉപയോഗിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഥവാ ഇതിൻ്റെ ഏതെങ്കിലും മെനു ഒക്കെ കാണാതാവുക, അത് സ്ഥാനമാറ്റം ഉണ്ടാവുക തുടങ്ങിയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇവിടെയുള്ള ഏറ്റവും വലതുവശത്ത് മുകളിലായിട്ടുള്ള ലോക്ക് റൂംസ് ടാബ് എന്ന് പറയുന്ന ഒരു പൂട്ടിൻ്റെ രൂപത്തിലുള്ള ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതൊന്ന് ലോക്ക് ചെയ്യുക. മറ്റൊന്ന് വിൻഡോസിൽ വർക്ക് സ്പേസിൽ ലോക്ക് റൂം പെയിൻസ് എന്ന് പറയുന്നതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ടിക്ക് വരുത്തുക. ഒന്നുകൂടി കാണിക്കാം, വിൻഡോസിൽ വർക്ക് സ്പേസിൽ ലോക്ക് റൂം പെയിൻസ് എന്ന് പറഞ്ഞതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അഥവാ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഈ പറയുന്ന പോലെ മാറ്റങ്ങൾ പിന്നീടും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് നാം ചെയ്യേണ്ടത് വിൻഡോസിൽ വർക്ക് സ്പേസിൽ റീസെറ്റ് ടു ഡിഫോൾട്ട് റൂംസ് എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, വിൻഡോസിൽ വർക്ക് സ്പേസിൽ റീസെറ്റ് ടു ഡിഫോൾട്ട് റൂംസ് എന്നുള്ളതാണ് അവിടെ ഉപയോഗിക്കേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പഴയ ഓപ്പൺ ടൂൾസിൽ നിന്നൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ ഒരു ചെറിയ മാറ്റം എന്ന് പറയുന്നത് പണ്ട് കളർ പാലറ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം താഴ്ഭാഗത്തായിട്ടായിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മുകളിലെ റൂംസിൻ്റെ ഒപ്പം തന്നെ ആക്കിയിട്ടുണ്ട്. അതുപോലുള്ള ലഘുവായിട്ടുള്ള മാറ്റങ്ങളാണുള്ളത്. ഇനി ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ കഴിയും.
പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ക്യാമറയുടെയും മറ്റും ഐക്കൺസും എല്ലാം മാറ്റി അവിടെ പ്രിവ്യൂ ഭാഗങ്ങൾ മാത്രം, ആ ബോർഡറിൻ്റെ ഉൾഭാഗത്ത് വരുന്ന ഭാഗങ്ങൾ മാത്രമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ സബ് ക്യാമറ പ്രിവ്യൂവും അവിടെ ഉണ്ട്. ഇതിൽ തന്നെ ഒന്നും കൂടി ഈ ഐയുടെ രൂപത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ ക്യാമറയുടെ ചിഹ്നങ്ങളോടുകൂടിയും ഒക്കെയുള്ള ഭാഗങ്ങൾ അവിടേക്ക് വരുന്നത് കാണാൻ കഴിയും. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നോക്കിയാൽ അറിയാം, ഫ്രെയിം പെർ സെക്കൻഡ് FPS എന്ന് പറയുന്നത് 12 ആണ്. അഥവാ ഒരു സെക്കൻഡിൽ ഇവിടെ 12 ഫ്രെയിമുകൾ വരുന്നുണ്ട്. നമുക്ക് സ്റ്റോറി ബോർഡ് പ്രകാരം 5 സെക്കൻഡാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് വീഡിയോ ഉണ്ടാക്കുന്നതിനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കേണ്ടുന്ന ഫ്രെയിമുകളുടെ എണ്ണം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 12 × 5 അഥവാ 60 ഫ്രെയിമാണ് നമുക്ക് തയ്യാറാക്കേണ്ടി വരിക. എങ്കിൽ മാത്രമാണ് 5 സെക്കൻഡ് നേരത്തേക്ക് അത് നീണ്ടു നിൽക്കുകയുള്ളൂ എന്നുള്ളത് കൂടി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിനി ആദ്യത്തെ സീൻ തയ്യാറാക്കേണ്ടതുണ്ട്. ആദ്യത്തെ സീൻ എന്ന് പറയുന്നത് വെള്ളക്കെട്ടും വാടാറായിട്ടുള്ള ചെടിയും നീങ്ങുന്ന മേഘങ്ങളും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ എഗ് ഷീറ്റ് എന്ന് പറയുന്ന റൂമിലേക്ക് ഒന്ന് മാറ്റുകയാണ്. ഈ എഗ് ഷീറ്റ് എന്ന് പറയുന്നത് അനിമേഷൻ സീനുകളിലെ ഉള്ളടക്കങ്ങളെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ടൂൾസിൽ ലഭ്യമായിട്ടുള്ളൊരു സങ്കേതമാണ്. അതായത് നമ്മൾ സാധാരണ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളിൽ ടൈം ലൈനുകൾ, ചാനലുകളൊക്കെ വയ്ക്കാറുണ്ട്. അതിന് സമാനമായിട്ടുള്ള രീതിയാണ് ഈ എഗ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഓരോ സെല്ലുകളും ഓരോ ഫ്രെയിമുകളാണ്. അതേപോലെ ഓരോ കോളവും ഓരോ ട്രാക്കുകളായിട്ടുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഓരോ സെല്ലും ഓരോ ഫ്രെയിമാണ്, ഓരോ കോളവും ഓരോ ട്രാക്കായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചിത്രങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ആദ്യമായിട്ട് ബാക്ക്ഗ്രൗണ്ട് ചിത്രമാണ് കൊണ്ടുവരേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ആദ്യത്തെ കോളത്തിൻ്റെ ആദ്യത്തെ സെല്ലിലൊന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇവിടെ 2 രീതിയിൽ നമുക്ക് ഇതിലേക്ക് ചിത്രങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഇതിനാവശ്യമായിട്ടുള്ള റിസോഴ്സ് മുഴുവൻ സ്കൂൾ റിസോഴ്സിലെ ക്ലാസ് 10ലെ ആനിമേഷൻ ഫോൾഡറിൽ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ബ്രൗസർ എന്ന് പറയുന്ന ഈ ഒരു ജാലകം സെലക്ട് ചെയ്തുകൊണ്ട് അവിടെ ഇടതുവശത്ത് നമുക്ക് കാണാം, അവിടെ പല രീതിയിലുള്ള ഫയൽസ്, ഫോൾഡേഴ്സ് കാണുന്നുണ്ട്. അതിൽ മൈ ഡോക്യുമെൻറ്റ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഹോമിൽ കിടക്കുന്ന സ്കൂൾ റിസോഴ്സിനെ മൈ ഡോക്യുമെൻറ്റ്സിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്കൂൾ റിസോഴ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലാസ് 10 എന്ന് കാണാം. ഇവിടെ സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെയും നമുക്ക് സിംഗിൾ ക്ലിക്കിലൂടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ അനിമേഷൻ എന്നുള്ളതിൽ സീൻ 1 എന്നുള്ളതിൽ നമുക്ക് 2 ഫയൽ കാണാൻ പറ്റും. ഒന്ന് bg.png ആണ്, രണ്ടാമത്തത് bgmusic1.mp3 എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ ആവശ്യം എന്ന് പറയുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് ചെയ്ത് ഒരു ഡയലോഗ് ബോക്സ് വരുമ്പോൾ അതിൽ ലോഡ് സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ താഴത്തെ ഈ ഒരു ഭാഗത്ത് BG എന്ന് പറയുന്നു. അതേപോലെ ഒരു ഫ്രെയിമിലേക്കാണ് അത് വന്നത് എന്നുള്ളതും കാണിക്കുന്നു. ഇനി നമ്മൾ തിരിച്ച് വീണ്ടും എഗ് ഷീറ്റ് എടുക്കുമ്പോൾ നമുക്ക് അവിടെ അത് വന്നിരിക്കുന്നത് കാണാൻ കഴിയും. ഇതാണ് ഒരു മെത്തേഡ്. ഇനി ഞാനിതൊന്ന് പുറകോട്ടാക്കിയതിന് ശേഷം ഒരു മെത്തേഡ് കൂടി കാണിക്കാം. അത് കുറച്ചുകൂടി സിമ്പിളാണ്. ഇവിടെ ബ്രൗസർ റൂമിലേക്ക് ഞാൻ പോകുന്നില്ല, പകരം ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് ലെവൽ സെലക്ട് ചെയ്യാണ്. ഈ ലോഡ് ലെവൽ സെലക്ട് ചെയ്യുമ്പോൾ നേരത്തെ കണ്ട അതേ ഒരു വിൻഡോ തന്നെയാണ് വരുന്നത്, ജാലകം തന്നെയാണ് വരുന്നത്. അവിടെ ഞാൻ ഓൾറെഡി സെലക്ട് നേരത്തെ ചെയ്തത് കൊണ്ടാണ് അനിമേഷനിൽ കിടക്കുന്നത്. നേരിട്ട് സീൻ 1ൽ പോകുന്നു. ഇവിടെ ഇതൊന്ന് സെലക്ട് ചെയ്ത് താഴത്തെ ലോഡിൽ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡിലും ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പിന്നീട് ഈ ഡയലോഗ് ബോക്സ് നമ്മളായിട്ട് തന്നെ ക്ലോസ് ചെയ്യണം. അതല്ല, താഴത്തെ ലോഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഡയലോഗ് ബോക്സ് ആ ചിത്രം അവിടേക്ക് വരുന്നതോടുകൂടി ക്ലോസ് ആയി പോയിക്കോളും. അപ്പോൾ ലോഡിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ലോഡിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇമ്പോർട്ട് അല്ല, ലോഡ് എന്നുള്ളതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇമ്പോർട്ടും ലോഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്
ഇമ്പോർട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചിത്രം മാത്രമാണ് അവിടേക്ക് വരുന്നത്. എന്നാൽ നമ്മൾ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രവും അതിൻ്റെ പാത്തും മുഴുവൻ ഒരുമിച്ച്, ആ ചിത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നമുക്ക് ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ലോഡ് തന്നെ സെലക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 സെക്കൻഡ് നേരത്തേക്കാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നോക്കിയാൽ അറിയാം 12 ഫ്രെയിം പെർ സെക്കൻഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ 12 ഫ്രെയിം ഉണ്ട്. 5 സെക്കൻഡിലേക്ക് ആകുമ്പോൾ 60 ഫ്രെയിം, 5 × 12 60 ഫ്രെയിം നമുക്ക് ആവശ്യമുണ്ട്. എന്നാൽ ഇപ്പോൾ ഉള്ളത് ഇത് ഒരു ഫ്രെയിമിൽ മാത്രമാണ്. അപ്പോൾ ഒരു ഫ്രെയിം കഴിഞ്ഞ് ഇത് പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് പിന്നീട് അവിടെ ഒന്നും കാണാനുണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഫ്രെയിമിലേക്ക് വന്ന ചിത്രത്തെ നമുക്ക് 60 ഫ്രെയിമിലേക്കായിട്ട് പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് നമുക്ക് ഇവിടെ 2 വഴികളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ചെറിയൊരു വൈറ്റ് ഭാഗം വരുന്നത് കാണാം. ആ ഒരു വൈറ്റ് ഭാഗത്തിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ച് താഴോട്ട് ഡ്രാഗ് ചെയ്ത് പോവുക, 60ാമത്തെ ഫ്രെയിം വരെ പോവുക എന്നുള്ളതാണ് ആദ്യത്തെ രീതി. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, എത്ര ഫ്രെയിം വേണോ അത്രയ്ക്കും വയ്ക്കാം. എന്നാൽ ഒരുപാട് ഫ്രെയിമുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതി എന്ന് പറയുന്നത് സമയനഷ്ടം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മറ്റൊരു രീതി ഇവിടെ കാണിച്ചു തരാം. ഞാൻ ആദ്യത്തെ ഈ ഫ്രെയിമിൽ സെലക്ട് ചെയ്യുന്നു. തുടർന്ന് മുകളിലായിട്ട് കാണുന്ന റിപ്പീറ്റ് എന്ന് പറയുന്ന ഈ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യണം. ശ്രദ്ധിക്കുക, റിപ്പീറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സെല്ല് എവിടെയാണോ ആ ചിത്രം അല്ലെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഫ്രെയിം സെലക്ട് ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ റിപ്പീറ്റ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ അപ് ടു ഫ്രെയിം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ 60 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് റിപ്പീറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ് ടു ഫ്രെയിം എന്നുള്ളിടത്ത് 60 എന്ന് സെലക്ട് ചെയ്ത് റിപ്പീറ്റ് ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് അറിയാം, നേരെ താഴത്തോട്ട് ഞാൻ കൊണ്ടുവരുമ്പോൾ 60ാമത്തെ ഫ്രെയിം വരെ ഇതെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ആദ്യത്തെ ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1-2 കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാം. അതായത് ഒരുപാട് ട്രാക്കുകളൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് കോളംസ് വരികയാണെങ്കിൽ നമുക്ക് ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഈ പേരുകൾ കോളം 1 കോളം 2 എന്നുള്ള പേരൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അതിന് ചെയ്യേണ്ടത്, നമ്മൾ ഇങ്ങനെയുള്ളപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഫയൽ അതിലേക്ക്, ഒരു ചിത്രമായിക്കോട്ടെ ശബ്ദമായിക്കോട്ടെ എന്തെങ്കിലും ഒന്ന് അതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒന്ന് വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോളം 1 എന്നുള്ളത് സെലക്ട് ആവും. നമുക്കവിടെ എന്ത് ചെയ്യാം, BG എന്ന് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില സമയത്ത് നമുക്ക് പ്രിവ്യൂ വിസിബിലിറ്റി ടോഗിൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഓഫായി കിടക്കും. ഓഫായി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ സെലക്ഷനിൽ നിന്നും കാണാത്ത രീതിയിലേക്കായി എന്നുള്ളതാണ്. ഇനി അതല്ല, പ്ലേ ആവുന്ന സമയത്ത് ക്യാമറ സ്റ്റാൻഡ് വിസിബിലിറ്റി ടോഗിൾ എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിലോ നമ്മുടെ പ്രിവ്യൂവിൽ നിന്ന് മുഴുവനായിട്ട് ഇത് കാണാത്ത രീതിയിലേക്ക് മാറ്റും. അപ്പോൾ അഥവാ നമുക്ക് അറിയാതെ ഇതിൽ വല്ലതും ക്ലിക്കായിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവില്ല, ആ ഒരു ഭാഗം, ആ ഒരു ട്രാക്ക് വിസിബിൾ ആവില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമത്തെ ഭാഗം നമുക്കിപ്പോൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. പശ്ചാത്തലം നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് അതിലേക്കുള്ള മേഘത്തെ തയ്യാറാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, മേഘം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മേഘത്തെ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് മേഘത്തെ വരച്ച് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ചിത്രങ്ങൾ 2 തരത്തിലുണ്ട് എന്നുള്ളത്. റാസ്റ്റർ ചിത്രങ്ങൾ ഉണ്ട്, വെക്റ്റർ ചിത്രങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പൺ ടൂൺസിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു റാസ്റ്റർ വെക്റ്റർ ചിത്രങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരച്ച് അനിമേഷൻ നമുക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു കോളം കിടക്കുന്നത് റാസ്റ്റർ രൂപത്തിലാണ്. അതുകൊണ്ട് നമുക്ക് അടുത്തൊരു കോളത്തിൽ വെക്റ്റർ രൂപത്തിൽ മേഘത്തെ വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ
വെക്റ്റർ രൂപത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി അടുത്തൊരു കോളത്തിലെ ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ന്യൂ ലെവൽ എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യുക. ഈ ന്യൂ ലെവലിൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിതാ ഈ രീതിയിലൊരു ഡയലോഗ് ബോക്സ് വരും. ഇവിടെ നമ്മൾ നെയിം എന്നുള്ളിടത്ത് എന്ത് ചെയ്യണം, ക്ലൗഡ് എന്ന് നമുക്ക് കൊടുക്കാം. ക്ലൗഡ് എന്ന് ഞാൻ കൊടുത്തു. താഴെയുള്ള ഈ ഒരു വാല്യൂസ് ഒന്നും മാറ്റേണ്ടതില്ല. നമ്മൾ മാറ്റേണ്ടത് ടൈപ്പ് എന്നുള്ളിടത്ത് ടൂൺസ് റാസ്റ്റർ ലെവൽ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെയായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ഓപ്ഷൻസ് വരുന്നതാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ടൂൺസിൻ്റെ വെക്റ്റർ ലെവൽ എന്നൊന്ന് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇതാ ഇവിടെ പുതിയൊരു സെലക്ഷൻ വന്നിട്ടുള്ളത് കാണാം. പക്ഷെ അത് കളർ കുറച്ച് വ്യത്യസ്തമായിട്ട് കാണാം. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ അവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വെക്റ്റർ ലെവൽ ജാലകമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ക്ലൗഡ് എന്ന് വന്നിരിക്കുന്നത് കാണാം. പക്ഷേ ഇവിടെ ക്ലൗഡ് ഇപ്പോൾ വന്നിട്ടില്ല, കാരണം നമ്മളത് വരച്ച് ചേർക്കുകയാണ് വേണ്ടത്. ഇനി അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഡ്രോയിങ് റൂമിലേക്ക് പോവുക എന്നുള്ളതാണ്. നേരെ നമ്മളിത് ആ ഡ്രോയിങ് റൂം ഇവിടെ ഫസ്റ്റ് കിടക്കുന്നുണ്ട്. ഡ്രോയിങ് റൂമിലൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചിത്രം വളരെ വലുതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കളർ പാലറ്റ് ഇവിടെ കാണാൻ കഴിയും. പലതരത്തിലുള്ള കളറുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇവിടെ താഴെയായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നതും അതേപോലെ വീണ്ടും ഒരു കളർ കൂടി ആഡ് ചെയ്ത് അതിലേക്ക് ലെയറായിട്ട് കളറുകൾ നൽകുന്നതിന്, അതായത് ബോർഡർ വരുന്ന ഒരു എഫക്റ്റൊക്കെ നൽകുന്നതിന് ഒക്കെ ഉള്ളൊരു ഓപ്ഷൻ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബ്രഷ് ടൂള് ലെഫ്റ്റ് സൈഡിലെ ടൂൾ ബോക്സിൽ നിന്നാണ് നമുക്ക് ഇത് വരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ടൂൾസ് എടുക്കേണ്ടത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന 2 ടൂളുകൾ, ഒന്ന് ബ്രഷ് ടൂളും രണ്ടാമത്തത് ഫിൽ ടൂളുമാണ്. ബ്രഷ് ടൂള് വരയ്ക്കാൻ ഉപയോഗിക്കുന്നതും ഫിൽ ടൂള് അതിലേക്ക് നിറം ഫില്ല് ചെയ്യാൻ നൽകുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്യുക നിറം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിതാ ഇവിടെ നിന്ന് വൈറ്റ് എന്നുള്ള ഭാഗത്ത് സെലക്ട് ചെയ്തു. വൈറ്റ് കളർ എടുത്തതിന് ശേഷം ഞാനിവിടെ വന്ന് ബ്രഷ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് ഇവിടെ നമുക്ക് ഇതിൻ്റെ സൈസ്, അതേപോലെ ആക്യുറസി, സ്മൂത്ത്നെസ് ഇതൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഇവിടെ സ്മൂത്ത്നെസ്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് കുറച്ച് മനോഹരമായ രീതിയിലുള്ള ലൈൻസൊക്കെ കിട്ടും. ഷാർപ്പായിട്ടുള്ള ലൈൻസ് വെച്ച് മേഘം വരയ്ക്കുന്നതിലും നല്ലത് കുറച്ച് സ്മൂത്തായിട്ടുള്ള ലൈൻസൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇനി ഇവിടെ മൗസ് പോയിൻ്റർ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ ഒരു റെഡ് കളറ് റൗണ്ട് അവിടെ വരുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ കാര്യമാണ്. ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് എവിടെയാണോ മേഘത്തെ കൊണ്ടുവരേണ്ടത് അവിടെ മേഘത്തെ വരയ്ക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ മേഘത്തെ ഒന്ന് വരയ്ക്കുകയാണ്. ഇവിടെ ഞാൻ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഈ അറ്റത്തേക്ക് തുടങ്ങിയെടുത്ത് തന്നെ ടച്ച് ചെയ്തതിന് ശേഷം വിടുമ്പോൾ നമുക്ക് കാണാം അവിടെ ഒന്ന് സ്മൂത്തായിട്ട് അത് മാറി. നമ്മൾ വരയ്ക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഷാർപ്നെസ് മാറിയിട്ട് കുറച്ചുകൂടി സ്മൂത്ത് ആവുന്നത് നമുക്ക് കണ്ടു. അത് ഇവിടെ ഞാനൊന്ന് മാറ്റിയത് കൊണ്ടാണ് ആ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നത്. ഇത് നമ്മൾ സ്മൂത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഷാർപ്പ് എഡ്ജുകളൊക്കെ ഒന്ന് മാറി സ്മൂത്തായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇപ്പം മേഘം കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഫിൽ ടൂൾ എടുത്തതിന് ശേഷം ഇതിനുള്ളിൽ നിറം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇപ്പോൾ ഏതാണ്ടൊരു മേഘം ആയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഇതിനെ 60ാമത്തെ ഫ്രെയിമിലേക്കൊന്ന് മാറ്റിയെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിനി 60ാമത്തെ ഫ്രെയിമിലേക്ക് വരണം. അതിന് വേണ്ടത് നമുക്ക് ചെയ്യാൻ എന്താ വേണ്ടത്, എക്സ് ഷീറ്റിലേക്ക് പോവുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എക്സ് ഷീറ്റിലേക്ക് വന്നു. എക്സ് ഷീറ്റിലേക്ക് വന്ന് ആദ്യത്തെ സെല്ലൊന്ന് സെലക്ട് ചെയ്തു. അവിടെ നിന്ന് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് 60ാമത്തെ ഫ്രെയിമിലേക്ക് ഇത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ റിപ്പീറ്റ് എന്നുള്ളതിൽ കൊടുത്തു, 60 എന്നുള്ളത് ടൈപ്പ് ചെയ്തു, റിപ്പീറ്റ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 60ാമത്തെ ഫ്രെയിമിലേക്ക് അത് എത്തിയിട്ടുണ്ട്.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മേഘത്തെ ചലിപ്പിക്കുന്ന ഒരു രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഞാനിവിടെ ഫിൽ ടൂളിലാണ് നിന്നിരുന്നത്. അതൊന്ന് സെലക്ഷൻ ടൂളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രോയിങ്ങിലേക്ക് വന്നു എന്നുള്ളതേ ഉള്ളൂ. ഒന്ന് കാണിച്ചു തരാൻ. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, നമ്മൾ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ആ വൈറ്റ് കളർ അവിടെ വരും. അപ്പോൾ ഈ മേഘത്തെ നമുക്ക് ഇടതുവശത്ത് നിന്നും വലതുവശത്തേക്ക് ചലിപ്പിക്കുന്ന രീതിയിൽ ഒഴുകി നീങ്ങുന്ന ഒരു എഫക്റ്റ് നമുക്ക് അവിടെ കൊടുക്കേണ്ടതുണ്ട്. അത് അനിമേഷൻ ടൂളിലാണ്. അതുകൊണ്ട് അനിമേഷൻ ടൂളിലേക്ക് വരുന്നു. ഇവിടെ ഇതിനെ ഇപ്പോൾ നമ്മൾ ചലിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചലിപ്പിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. വലിപ്പമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതല്ലാണ്ട് അത് എഫക്റ്റ് വരില്ല. ഇപ്പോഴത്തെ ചലിപ്പിക്കൽ എന്ന് പറയുന്നത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്ഷനാണ്. ഈ സെലക്ഷൻ ടൂൾ വെച്ച് നമുക്ക് സെലക്ട് ചെയ്ത് അതിൻ്റെ വലിപ്പമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഒപ്പം സ്റ്റാർട്ടിങ് എവിടെ വേണം എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇങ്ങനെ നീക്കുമ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ സെല്ലിൽ ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാൻ അനിമേഷൻ ടൂളിലെ ഈ ആനിമേറ്റ് ടൂൾ എന്നുള്ളത് സെലക്ട് ചെയ്യാണ്. ആനിമേറ്റ് ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ മുകളിൽ അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് കാണാം. സെലക്ഷൻ കിടക്കുന്ന കോളം 2 ആണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് പൊസിഷൻ, റൊട്ടേഷൻ, സ്കെയിൽ, ഷിയർ, സെൻറ്റർ ആൻഡ് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻസ് കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് മൂവ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പൊസിഷൻ എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇനി പൊസിഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് തന്നെ നമുക്ക് ഇവിടെ ചില മാറ്റങ്ങൾ കാണാം. കോളം 2 എന്ന് വന്നിട്ടൊരു പിങ്ക് റോസ് നിറത്തിലുള്ള ഒരു വരയൊക്കെ വന്നിരിക്കുന്നത് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മേഘം അനിമേഷൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റ് സെല്ലിൽ എവിടെയാണ് ഇതിൻ്റെ സ്ഥാനം ഫസ്റ്റ് ഫ്രെയിമിൽ എന്നുള്ളതും അവസാന ഫ്രെയിമിൽ എവിടെയാണ് സ്ഥാനം എന്നുള്ളതും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ തന്നെ അതിനിടയിലുള്ള ഭാഗങ്ങളിലെ മേഘത്തിൻ്റെ സ്ഥാനത്തെ തുല്യമായ രീതിയിൽ അതിനെ വിഭജിച്ചുകൊണ്ട് നൽകി ക്ലിയർ ആക്കിക്കോളും. അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ ഫ്രെയിമിൽ ഞാൻ മേഘത്തെ പുറത്തേക്ക് നിർത്തുകയാണ്. ഒരരിക് മാത്രം കാണുന്ന രീതിയിലൊന്ന് ഞാൻ പുറത്തേക്ക് നിർത്തുകയാണ്. നമുക്ക് ഒന്നിലധികം മേഘങ്ങളൊക്കെ വെച്ചിട്ട് മനോഹരമാക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എത്ര മേഘങ്ങളുണ്ടെങ്കിലും അത് ഒരേ ദിശയിലേക്ക് മാത്രമേ മൂവ് ചെയ്യാവുള്ളൂ, ചലിക്കാവുള്ളൂ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതാ മേഘത്തെ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് ഇങ്ങോട്ട് നീക്കി വെച്ചു. നമ്മൾ നേരത്തെ മൂവ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു താക്കോലിൻ്റെ ചിഹ്നം വന്നിട്ടുള്ളത് കാണാം. അതായത് ഇതിപ്പോൾ ഒരു കീ ഫ്രെയിം ആയിട്ട് മാറിയിട്ടുണ്ട്. കീ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു അനിമേഷൻ നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഇനി ഞാൻ ഏറ്റവും അവസാനത്തെ ഫ്രെയിമിലേക്ക് വന്ന് അതൊന്ന് സെലക്ട് ചെയ്യാണ്. അവിടെ നമ്മൾ മേഘം എവിടെയാണോ എത്തിച്ചേരേണ്ടത് ആ ഒരു പൊസിഷനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഞാനിതിങ്ങനെ നീക്കിയെടുത്ത് പുറത്തേക്ക് പോകുന്ന രീതിയിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. മേഘം കാണാതാവുന്ന രീതിയിലേക്ക് ഞാൻ വെച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ വ്യൂ ചെയ്യപ്പെടുന്നതിൻ്റെ ബോർഡർ എന്ന് പറഞ്ഞത്. അപ്പോൾ ബോർഡറിൻ്റെ പുറത്തേക്കാണ് ഞാനത് വെച്ചിരിക്കുന്നത്. ഇനി ഞാനിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാൻ പോവുകയാണ്. പ്ലേ ചെയ്യുന്നതിന് ആദ്യത്തെ ഫ്രെയിമിലേക്ക് പോകുന്നതിന് നമുക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം പ്ലേ ബട്ടണിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മേഘം നീങ്ങി 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 കാഴ്ചയുടെ അപ്പുറത്തേക്ക് പോകുന്നത് കാണാൻ കഴിയും. വേണമെങ്കിൽ ഒരു പൊസിഷനൊക്കെ കുറച്ച് താഴ്ത്തണമെങ്കിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. ഞാനിവിടെ തൽക്കാലം അത് വെച്ച് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് പുതുതായിട്ട് എന്തെങ്കിലും ചേർക്കണമോ എന്നുള്ളത് നമ്മുടെ രീതിയാണ്. ഒന്നിലധികം മേഘങ്ങൾ ചേർക്കണമെങ്കിൽ നമുക്ക് അത്തരത്തിൽ വരച്ച് ചേർക്കാം. ഓരോ തവണയും അനിമേഷൻ നൽകണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനാവശ്യമായിട്ടുള്ള ഒരു പശ്ചാത്തല ശബ്ദം ചേർക്കാനുണ്ട്. നമ്മൾ മൂന്നാമത്തെ സെല്ലിൽ സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് എക്സ് ഷീറ്റിലേക്ക് തന്നെ വരണം നിർബന്ധമൊന്നുമില്ല, അവിടെ വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ കോളത്തിലെ ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്തു, അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ ലോഡ് ലെവൽ തന്നെ ചെയ്താൽ മതി. ഇവിടെ ഈ BG മ്യൂസിക് എന്നുള്ളത് സെലക്ട് ചെയ്ത് നമ്മൾ ലോഡ് ക്ലിക്ക് ചെയ്ത് വീണ്ടും ഒന്ന് ലോഡ് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അത് 60 ഫ്രെയിം വരുന്ന രീതിയിൽ തന്നെയാണത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതാണ്ട് നമ്മുടെ ആദ്യത്തെ സീനൊന്ന് പൂർണ്ണമായിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ സീനൊന്ന് നമുക്ക് തയ്യാറായിട്ടുണ്ട്. നമുക്കതൊന്ന് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ഇവിടെ ശബ്ദം കൂടി വന്നിരിക്കുന്നത് കാണും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് റെൻഡർ ചെയ്ത് MP4 രൂപത്തിലേക്ക് ആക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഒന്ന് ഫയലിൽ സേവ് ആൾ കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്യുന്നത് നല്ലതാണ്. ചില സമയത്ത് ഓപ്പൺ ടൂൾസ് ക്രാഷായി പോകുന്നുണ്ടാവാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ അതുവരെ ചെയ്ത് മുഴുവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് റെൻഡർ എന്ന് പറയുന്ന മെനുവിലേക്ക് വരുന്നു. അവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ഫാസ്റ്റ് റെൻഡർ ടു MP4 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫാസ്റ്റ് റെൻഡർ ടു MP4 അടിച്ചാൽ തന്നെ ഈ പറയുന്ന ട്രാക്കുകളെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു വീഡിയോ ആക്കി മാറ്റി അത് നമ്മുടെ ഡെസ്ക് ടോപ്പിലേക്ക് സേവ് ചെയ്യപ്പെടുന്നത് കാണാൻ കഴിയും. ഞാനിത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിക്കാം. ഇവിടെ നമുക്ക് ഫ്രെയിമുകളുടെ നീങ്ങുന്നത് കാണിച്ചു തരുന്നുണ്ട്. 60 ഫ്രെയിം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഫൈനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റെൻഡർ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. ഇവിടെ ഡെസ്ക് ടോപ്പിൽ ഇതാ സീൻ 1 വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അത് പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സീൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യാനുള്ളത് രണ്ടാമത്തെയും മൂന്നാമത്തെയും സീനുകളിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സീൻ എന്ന് പറയുന്നത് ഈ ഒരു ജലാശയത്തെ നമ്മുടെ ലൂണ വന്ന് കാലുകൊണ്ട് ചെറിയൊരു ചാലുണ്ടാക്കി ഈ ഒരു വാടി നിൽക്കുന്ന ചെടിയുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ സീന് ലൂണ എന്ന് പറയുന്ന കഥാപാത്രം, നമ്മുടെ കഥാപാത്രം വരികയാണ്. ലൂണ എന്ന ഡോഗ് വരികയാണ്. ഡോഗ് വന്ന് ലൂണ ഇവിടെ നിന്നും ഈ ജലത്തെ ചെടിയുടെ അടുത്തേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.